ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ സെക്ഷനാണ് പഠിക്കുന്നത്. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഒരു എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സിനകത്ത് വരുന്ന രണ്ട് സെപ്പറേറ്റ് പാർട്സ് ആണ്. ഒന്ന് പോയിന്റ് എസ്റ്റിമേഷനും അടുത്തത് ഇൻ്റർവെൽ എസ്റ്റിമേഷനും. അപ്പോൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്തായിരുന്നു? നമുക്കൊരു അൺനോൺ പാരാമീറ്റർ മ്യൂ അല്ലെങ്കിൽ സിഗ്മ ഉണ്ടെങ്കിൽ അതിന് പകരം ഒരു സിംഗിൾ സ്റ്റാറ്റിസ്റ്റിക്കിനെ എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കുന്ന പ്രോസസ് ആണ് പോയിന്റ് എസ്റ്റിമേഷൻ. അതായത് മ്യൂവിന് പകരം എക്സ് ബാർ എടുക്കുന്നു, സിഗ്മയ്ക്ക് പകരം എസ് എടുക്കുന്നു. ആ രീതിയിൽ അൺനോൺ പാരാമീറ്ററിന് പകരം വെക്കാൻ ഒരു സിംഗിൾ സ്റ്റാറ്റിസ്റ്റിക്കിനെ എസ്റ്റിമേറ്റ് ആയിട്ട് എടുക്കുന്ന പ്രോസസ് ആണ് പോയിന്റ് എസ്റ്റിമേഷൻ, വിച്ച് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. ഇനിയും ഇതിന്റെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ പാരലായിട്ട് പോകുന്ന മറ്റൊരു എസ്റ്റിമേഷൻ മെത്തേഡ് ആണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഇന്റർവെൽ എസ്റ്റിമേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ കയ്യിൽ ഒരു പാരാമീറ്റർ അറിയില്ല, അൺനോൺ ആയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഒരു ഇൻഡിവിജ്വൽ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നതിന് പകരം ഈ അൺനോൺ പാരാമീറ്ററിന്റെ പോസിബിൾ വാല്യൂ, മ്യൂയുടെ ഒറിജിനൽ വാല്യൂ നമുക്ക് അറിയില്ല, അപ്പോൾ അൺനോൺ ആയിട്ടുള്ള മ്യൂയുടെ പോസിബിൾ വാല്യൂ കിടക്കാനുള്ള കിടക്കാൻ സാധ്യതയുള്ള ഒരു ഇന്റർവെൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, അല്ലെ? ഒരു ഇന്റർവെൽ, അതായത് നമ്മൾ പറയാണ് മ്യൂയുടെ വാല്യൂ അറിയില്ല, പക്ഷെ മ്യൂയുടെ വാല്യൂ മേ ബി 80ക്കും 120ക്കും ഇടയിലായിരിക്കും കിടക്കുന്നത് എന്ന രീതിയിൽ ഒരു ഇന്റർവെൽ എടുക്കുന്നു. അങ്ങനെ നമുക്ക് വെറുതെ ഒരു ഇന്റർവെൽ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇന്റർവെൽ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർവെല്ലിനുള്ളിൽ നമ്മുടെ മ്യൂ കിടക്കാനുള്ള പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആ പ്രോബബിലിറ്റി ആണ് നമ്മൾ ആൽഫ കൊണ്ട്, കോൺഫിഡൻസ് ലെവൽ ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്റർവെൽ എസ്റ്റിമേഷനിലെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് we need to find an interval t1 t2 such that the parameter lies within that interval with കോൺഫിഡൻസ് ലെവൽ ആൽഫ. ഈ ആൽഫയുടെ വാല്യൂ 99% ഷുവർ ആയിട്ടും 80ക്കും 120ക്കും ഇടയിൽ മ്യൂ കിടക്കും എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കണം. അത് ഒന്നിൽ 0.99 ആയിരിക്കണം, അല്ലെങ്കിൽ 0.95 ആയിരിക്കണം, അല്ലെങ്കിൽ 0.9 എങ്കിലും ആയിരിക്കണം. നമുക്ക് സാഹചര്യത്തിന്, അല്ലെ നമ്മളുടെ സ്റ്റഡിയുടെ ആക്യുറസി അനുസരിച്ച് ആൽഫയുടെ വാല്യൂ മാറി മാറി വരാം. അപ്പൊ ജനറലി കോൺഫിഡൻസ് ഇന്റർവെല്ല് നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ഏതാണോ നമ്മുടെ അൺനോൺ പാരാമീറ്റർ, ആ പാരാമീറ്റർ ലൈ ചെയ്യുന്ന ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കണം, രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ആൻഡ് വി ഹാവ് ടു ഷോ ദാറ്റ്, അല്ലെ വി ഹാവ് ടു എൻഷുർ ദാറ്റ് നമ്മുടെ പാരാമീറ്ററിന്റെ വാല്യൂ ഈ ഇന്റർവെല്ലിൽ കിടക്കും ഫോർ എ പെർട്ടിക്കുലർ എന്താണ് പ്രോബബിലിറ്റി ആൽഫ, അല്ലെങ്കിൽ ഫോർ എ പെർട്ടിക്കുലർ കോൺഫിഡൻസ് ലെവൽ ആൽഫ. ഈ ഇന്റർവെല്ലിനെ, അതിനെ നമ്മൾ T1 T2 എന്ന ഇന്റർവെല്ലിന് കൊടുത്താൽ ഈ ഇന്റർവെൽ T1 T2നെയാണ് നമ്മൾ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ സിഗ്മ നോൺ ആവുന്ന കേസിൽ, സിഗ്മയുടെ വാല്യൂ നോൺ ആണ് എന്ന കേസിലെ മ്യൂഡ് ഇന്റർവെൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു ആ മ്യൂഡ് ഇന്റർവെൽ, കോൺഫിഡൻസ് ഇന്റർവെൽ? എക്സ് ബാർ മൈനസ്, സത്യം പറഞ്ഞാൽ ടി ആൽഫ അല്ല, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് 10 കോമ എക്സ് ബാർ പ്ലസ് ഇസഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് 10. ഇതാണ് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ വെൻ സിഗ്മ ഈസ് നോ. ഓക്കെ, അടുത്തത് നമുക്ക് ഇനിയും, ഇത് കോൺഫിഡൻസ് ഇന്റർവെല്ലിന്റെ ഫസ്റ്റ് വൺ മാത്രമാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. Case, or this was a confidence interval for mu when sigma known. ഇനി ഇതേപോലെ തന്നെ സിഗ്മ അൺനോൺ കേസിലും നമുക്ക് മ്യൂഡ് ഇന്റർവെൽ വേണം. നമുക്ക് നോർമൽ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. നോർമലിന്റെയും പിന്നെ നമ്മൾ ബൈനോമിയലിന്റെ പിക്ക് വേണ്ടിയിട്ട് കോൺഫിഡൻസ് ഇന്റർവെൽസേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ, ആദ്യത്തേത് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂയുടെ വാല്യൂ അറിയില്ലെങ്കിൽ മ്യൂ കിടക്കാൻ ചാൻസ് ഉള്ള ഒരു ഇന്റർവെൽ, അതാണ് ഇപ്പൊ കണ്ടുപിടിച്ചു വെച്ചേക്കുന്നത്. ഇതിനകത്ത് സിഗ്മയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതുകൊണ്ടാണ് സിഗ്മ നോൺ ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി, കോൺഫിഡൻസ് ഇന്റർവെൽസും ഡിറൈവ് ചെയ്യാൻ വേണ്ടി വാട്ട് വി ഡു ഇസ് വി മേക്ക് യൂസ് ഓഫ് ദ വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് വി ഹാവ് ലേൺഡ്. നമ്മൾ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. വാട്ട് വെയർ ദേ? Z equal to x bar minus mu by sigma by root 10 follows n01. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക് ആയിരുന്നു. പിന്നെ t is equal to x bar minus mu by s by root 10 minus 1 follows
Tn minus 1. ഇത് മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. ns സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ n മൈനസ് 1. ഇത് മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഇനിയും രണ്ട് സാമ്പിൾസിന്റെ കേസിൽ x1 ബാർ മൈനസ് x2 ബാർ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ബൈ n1 പ്ലസ് n2 കൺഫ്യൂഷൻ എനിവേ ഇതവിടെ കിടക്കട്ടെ, അടുത്ത പറയാം. അപ്പൊ നമുക്ക് സിംഗിൾ കേസ് ആദ്യം എടുക്കാം, പെട്ടെന്നൊരു കൺഫ്യൂഷൻ. ഓക്കെ, സിംഗിൾ കേസ്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതേപോലുള്ള കോൺഫിഡൻസ് ഇന്റർവെൽസ് കിട്ടും. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ കറസ്പോണ്ടിങ് ആണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തത്. ഈ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്. എന്തായിരുന്നു അത്? കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ വെൻ സിഗ്മ ഈസ് നോൺ. അടുത്തത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചാണ്. ടിയുടെ സിറ്റുവേഷൻ എന്താണ്? ടി എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിഗ്മ അൺനോൺ കേസിലാണ് ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, മ്യൂവും നമുക്കറിയില്ല, സിഗ്മയും അറിയില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ അടുത്തത് ഡിറൈവ് ചെയ്യാൻ പോകുന്ന കോൺഫിഡൻസ് ഇന്റർവെൽ ഈസ് എ interval for mu when sigma is unknown. അപ്പൊ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് അടുത്ത ഹെഡിങ് എഴുതൂ. കോൺഫിഡൻസ് ഇന്റർവെൽ for mu when sigma is unknown. അപ്പോൾ സിഗ്മ അൺനോൺ ആണെങ്കിൽ ഓർത്തോണം, നമുക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഇവിടെയും നമുക്കൊരു ഇന്റർവെൽ വേണം. T1 T2 എന്ന് പറഞ്ഞൊരു ഇന്റർവെൽ നമുക്ക് കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് T1 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ T2 ഈക്വൽ ടു ആൽഫ. ഈ രീതിയിൽ ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക് T ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 ഫോളോസ് Tn മൈനസ് 1. ഞാൻ ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റാറ്റിസ്റ്റിക്കുകളൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. പല പല സ്ഥലത്ത് ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ എഴുതിക്കോ, കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ വെൻ സിഗ്മ ഈസ് അൺനോൺ. അതിന്റെ താഴെ എഴുതൂ, വി നീഡ് ടു ഫൈൻഡ് ആൻ ഇന്റർവെൽ T1 T2. We need to find an interval T1 T2 such that ആ കണ്ടീഷൻ എഴുതിക്കേ, P of T1 less than mu less than T2 equal to alpha. ഇതാണ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസിഡർ, ബാക്കി എൻ്റെ കൂടെ എഴുതിക്കോണം കേട്ടോ. കൺസിഡർ T equal to എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 ഫോളോസ് Tn മൈനസ് 1. അല്ലെങ്കിൽ കൺസിഡർ ദ സ്റ്റാറ്റിസ്റ്റിക് എന്ന് വേണേലും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടി ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി നന്നായിട്ട് അറിയാം. ആൻഡ് വി ഓൾറെഡി നോ ദാറ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആസ് വി നോ നോർമൽ പോലെ ഷേപ്പ് ഉള്ളൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഈ ടി ഡിസ്ട്രിബ്യൂഷൻ അകത്തുനിന്ന് സെൻട്രൽ വാല്യൂ 0 ആണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. നമുക്ക് ഒരു റീജിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ റീജിയന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കണം. അതായത് ഇത് മൈനസ് ടി ആൽഫ ബൈ 2ഉം ഇത് പ്ലസ് ടി ആൽഫ ബൈ 2. ഈ രീതിയിൽ വി ക്യാൻ ഫൈൻഡ് ആൻ ഇന്റർവെൽ ഫ്രം ദ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പ്രോബബിലിറ്റി ആൽഫ. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അപ്പൊ അടുത്ത എഴുതൂ, ഫ്രം ദ ടി ടേബിൾസ് വി ക്യാൻ ഫൈൻഡ് minus T alpha by 2 and plus T alpha by 2 such that probability of minus T alpha by 2 less than T alpha by 2 equal to alpha. ഈ രീതിയിൽ നമ്മൾ ടേബിൾ നോക്കിയാൽ നമ്മുടെ ടി ടേബിൾസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പ്രോബിലിറ്റി വാല്യൂസ് ആണ് അകത്ത് എഴുതിയേക്കുന്നത്. 2 സൈഡഡ് പ്രോബിലിറ്റി ഏറ്റവും മേലിൽ ബോൾഡിൽ എഴുതും, അതിന്റെ മേലെ കട്ടി കുറഞ്ഞ് 1 സൈഡഡ് പ്രോബിലിറ്റി എഴുതും. ആ രീതിയിലുള്ള ടി ടേബിളിൽ നിന്നും ഏതൊരു ആൽഫയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ 2 വാല്യൂസ് നമുക്ക് തപ്പിയെടുക്കാൻ പറ്റും. അടുത്തത് നമ്മൾ നോർമലിൽ ചെയ്ത അതേ മെത്തേഡാണ്. അടുത്ത വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ്, ഈ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്,
നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്നത് മ്യൂഡ് ഇന്റർവെൽ ആണ്. അപ്പം മ്യൂവിനെ മാത്രം നടുക്ക് വരുന്ന രീതിയിൽ ബാക്കി വാല്യൂസിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോകണം. അങ്ങനെയാണ് ആ ഇന്റർവെൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇംപ്ലൈസ് ആ ടിക്ക് പകരം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. P of minus T alpha by 2 less than x bar minus mu by S by root n minus 1 less than T alpha by 2 equal to alpha. സെൻട്രലിൽ മ്യൂ മാത്രം വരണം, ബാക്കി എല്ലാം സൈഡ്സിലോട്ട് പോകണം. അപ്പൊ എന്ത് ചെയ്യണം? എസ് ബൈ റൂട്ട് എൻ മൈനസ് വൺ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എക്സ് ബാർ എല്ലാ ടേമിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഇംപ്ലൈസ് P of minus T alpha by 2 into S by root n minus 1 റൂട്ടിനകത്ത് കംപ്ലീറ്റ് ആണ്, ലെസ് ദാൻ എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 എസ് ബൈ ആണ്, എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 ഈക്വൽ ടു ആൽഫ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എക്സ് ബാർ എന്ന് പറഞ്ഞ ടേമിനെ കളയണം. എക്സ് ബാർ എന്ന് പറഞ്ഞ ടേമിനെ കളയണമെങ്കിൽ എല്ലാത്തിൽ നിന്നും അത് സബ്ട്രാക്ട് ചെയ്യണം. സോ ഇറ്റ് ഇംപ്ലൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. പ്രോബബിലിറ്റി ഓഫ് minus x bar minus s by root n minus 1 t alpha by 2 അല്ലെങ്കിൽ t alpha by 2 s by root n minus 1 എഴുതാം. പറയാൻ കുറച്ചും കൂടി ഒരു താളം ഉള്ളത് അതിനാണെന്ന് തോന്നുന്നു. ഓക്കെ, t alpha by 2 ഇവിടെ എഴുതാം. t alpha by 2 s by root n minus 1 less than minus mu less than minus x bar plus t alpha by 2 s by root n minus 1 equal to alpha. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി അപ്പം നമുക്ക് സെൻട്രലിൽ മൈനസ് മ്യൂ ആണ് വന്നത്. മൈനസ് കളയാൻ എന്ത് ചെയ്യണം? മൈനസ് 1 കൊണ്ട് 3 ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇന്റർവെൽ ചേഞ്ച് ആവും. അപ്പൊ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇംപ്ലൈസ് പ്രോബബിലിറ്റി ഓഫ്, ഈ രണ്ട് മൈനസും പോയിട്ട് ഇത് എന്താകും? എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 ലെസ് ദാൻ അല്ല ഗ്രേറ്റർ ദാൻ അല്ലേ? ഇനീക്വാലിറ്റി ചേഞ്ച് ആവും. ഗ്രേറ്റർ ദാൻ മ്യൂ ഗ്രേറ്റർ ദാൻ, ഇവിടെ എന്ത് പറ്റും? എക്സ് ബാർ പ്ലസും ആകും, അടുത്തത് മൈനസും ആകും അല്ലെ? നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 ഈക്വൽ ടു ആൽഫ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ആകെ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഇറ്റ് ഇംപ്ലൈസ്, ഏറ്റവും കുഞ്ഞു വാല്യൂവിനെ ആദ്യം എഴുതണം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 ലെസ് ദാൻ മ്യൂ ലെസ് ദാൻ എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 ഈക്വൽ ടു ആൽഫ. നോക്കൂ, നമ്മൾ എയിം ചെയ്തത് എന്തിനായിരുന്നു? മ്യൂടെ ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കാനാണ് അല്ലെ? T1 T2 ഇവിടെ കണ്ടില്ലേ? നമ്മളുടെ എയിം എന്തായിരുന്നു? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മ്യൂടെ ഒരു ഇന്റർവെൽ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. നോക്കി, T1ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? T1ന്റെ സ്ഥാനത്ത് എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1ഉം T2യുടെ സ്ഥാനത്ത് എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1. അപ്പൊ ഇതാണ് സിഗ്മ അൺനോൺ ആവുന്ന കേസില് മ്യൂടെ കോൺഫിഡൻസ് ഇന്റർവെൽ. ഇവിടെ എന്തൊക്കെയാണ് ആ കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടുപിടിക്കാൻ വേണ്ടത്? സാമ്പിൾ മീൻ എക്സ് ബാർ വേണം, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് വേണം, സാമ്പിൾ സൈസ് എൻ വേണം, പിന്നെ നമുക്ക് ടി ആൽഫ ബൈ 2 എന്ന കോൺസ്റ്റന്റ് വേണം. എന്താണ് ഈ ടി ആൽഫ ബൈ 2? അത് നമുക്ക് ടി ടേബിളിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? യു വിൽ ഗെറ്റ് ടി ആൽഫ ബൈ 2 സച്ച് ദാറ്റ് മൈനസ് ടി ആൽഫ ബൈ 2 മുതൽ പ്ലസ് ടി ആൽഫ ബൈ 2 വരെയുള്ള ഏരിയ ആൽഫയാണ് എന്ന കണ്ടീഷൻ വെച്ച് നമുക്ക് ആ ടി ആൽഫ ബൈ 2 ടി ടേബിൾസിൽ നിന്ന് കിട്ടും. അപ്പൊ താഴെ എഴുതിക്കോ, therefore the confidence interval for mu when sigma is unknown, when sigma is unknown is x bar minus t alpha by 2 s by root n minus 1 comma x bar plus t alpha by 2 s by root n minus 1 where
എവിടുന്നാണ് ടി ആൽഫ ബൈ 2 കിട്ടുന്നത്? ടി ആൽഫ ബൈ 2 is obtained from the t tables, where t alpha by 2 is obtained from the t tables such that എന്തായിരുന്നു? ഏത് കണ്ടീഷനാണ്? പ്രോബബിലിറ്റി ഓഫ് മൈനസ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ ടി ആൽഫ ബൈ 2 ഈക്വൽ ടു ആൽഫ. വേണമെങ്കിൽ ഈ പാഠം അതിന്റെ സൈഡിലോട്ട് എഴുതിക്കോ. ഈ പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ അതിന്റെ ടി ആൽഫ ബൈ 2യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയാ, കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ മ്യൂ വെൻ സിഗ്മ ഈസ് അൺനോൺ. അതിന്റെ ഡെറിവേഷൻ ചോദിക്കും. ഡെറിവേഷനും വരും ഇതിനകത്തുനിന്ന്, പ്രോബ്ലംസും വരും. നമുക്ക് ആദ്യം ഡെറിവേഷൻസ് എല്ലാം ചെയ്തിട്ട് പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ സിഗ്മ, നമ്മുടെ നോർമൽ എൻ മ്യൂ സിഗ്മയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ. കോൺഫിഡൻസ് ഇന്റർവെൽ ഹെഡിങ് ആണ്. കോൺഫിഡൻസ് ഇന്റർവെൽ for the standard deviation sigma, of the normal distribution n mu sigma. Confidence interval of the standard deviation sigma for the normal distribution n mu sigma. എളുപ്പമാണ്, എല്ലാം ഒരേ പാറ്റേണിലാണ്. എന്താണ് ഇവിടെയും വേണ്ടുന്നത്? We need an interval t1 t2 such that probability of t1 less than sigma less than t2 equal to alpha. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോ സിഗ്മയുടെ ബേസ് ചെയ്തുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ ആയതുകൊണ്ട് സിഗ്മ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്, സിഗ്മയുടെ നമ്മൾ സിഗ്മയ്ക്ക് പ്രോമിനൻസ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക് ആണ് യൂസ് ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നത് ns square by sigma square follows chi square n minus 1 ആണ്. അതായത് ഈ കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് chi square ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്. chi squareന്റെ സ്റ്റാറ്റിസ്റ്റിക്കിനെ പൊതുവെ നമ്മൾ u എന്ന് ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ട് അതായിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെർമിനോളജി. ഓക്കെ, അപ്പൊ എഴുതിക്കോ. We need to find an interval t1 t2. We need to find an interval t1 t2 such that p of t1 less than sigma less than t2 equal to alpha. P of t1 less than sigma less than t2 equal to alpha. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ chi square സ്റ്റാറ്റിസ്റ്റിക് ആണ്. കൺസിഡർ ദ സ്റ്റാറ്റിസ്റ്റിക് chi square equal to ns square by sigma square follows chi square n minus 1. Chi square equal to ns square by sigma square follows chi square n minus 1. ഓൾറെഡി നമ്മൾ chi square ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക് ആണിത്. ഓക്കെ, അപ്പോൾ chi square ഡിസ്ട്രിബ്യൂഷൻ, അപ്പോൾ ഓർത്തോണം chi square 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ ഗ്രാഫ് പോകുന്നത് ഈ രീതിയിലാണ്. chi square എഫും സിമിലർ ആണ്, നോർമലും ടിയും സിമിലർ ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല, കാരണം 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് chi squareന്റെ റേഞ്ച്. പക്ഷെ ഇവിടെ നമുക്ക് മൈനസ് ടി ആൽഫ പ്ലസ് ടി ആൽഫ എന്ന് കിട്ടില്ല, കാരണം നെഗറ്റീവ് ഇല്ലല്ലോ. പകരം നമുക്ക് രണ്ട് വാല്യൂസ് u1 u2 എന്ന് പറയുന്ന രണ്ട് വാല്യൂസിനെ ഉറപ്പായിട്ടും chi square ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് അവര് തമ്മിലുള്ള ഏരിയ ആൽഫയാണ്. കാരണം ആൽഫയാണ് നമ്മുടെ സിഗ്നിഫിക്കൻസ് ലെവൽ. ഓക്കെ, സോ എഴുതൂ. We can find two values u1 and u2 from the chi square tables. We can find two values u1 and u2 from the chi square tables such that എന്താണ് കണ്ടീഷൻ? u1 ന്റെയും ഇടയില് നമ്മുടെ chi square കിടക്കാനുള്ള പ്രോബബിലിറ്റി നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ ആൽഫയാണ്. ഈ രീതിയിൽ യു ക്യാൻ ഫൈൻഡ്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നോർമൽ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നുകൊണ്ട് നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂസ് എടുക്കാൻ പറ്റി. ഇവിടെ നമ്മുടെ chi square ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ അല്ല, അതുകൊണ്ട് മൈനസ് പ്ലസ് എന്ന് എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ രണ്ട് ഡിഫറെന്റ് വാല്യൂസ് എടുക്കുകയാണ്.
u1 and u2. ഇതിനിടയിലോട്ട് നമ്മൾ നമ്മുടെ കൈ സ്ക്വയറിന്റെ ഫോർമുല എന്തായിരുന്നു? കൈ സ്ക്വയറിന്റെ ഫോർമുല n²/σ² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിഗ്മ സ്ക്വയറിനെ നടുവിൽ വരുന്ന പോലെ ബാക്കി എല്ലാത്തിനെയും അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ദാറ്റ് ഇസ് P of u1 less than n²/σ² less than u2 equal to alpha. That is P of സിഗ്മ സ്ക്വയർ കൊണ്ട് അങ്ങോട്ട് സിഗ്മ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് n കൊണ്ട് ഡിവൈഡ് ചെയ്തേ എല്ലാ ടേംസിനെയും. അപ്പൊ എന്ത് വരും? u1 സിഗ്മ സ്ക്വയർ ബൈ n, സോറി സിഗ്മ സ്ക്വയർ കൊണ്ടല്ല, n². സിഗ്മ സ്ക്വയർ നമുക്ക് നടുവിൽ വേണം. n² നടുവിൽ നിന്ന് മാറ്റിക്കേ, അതായത് n² കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പൊ എന്ത് വരും? u1 ബൈ n² ലെസ് ദാൻ 1 ബൈ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ u2 ബൈ n² ഈക്വൽ ടു ആൽഫ. കാരണം നമുക്ക് നടുവിൽ സിഗ്മ സ്ക്വയർ എന്നുള്ള പാരാമീറ്റർ തന്നെ വേണം. ഇപ്പം സിഗ്മ സ്ക്വയറിന്റെ ഫംഗ്ഷൻ ഉണ്ട് നടുവില്, പക്ഷെ അത് റെസിപ്രോക്കൽ ആയിട്ട് കിടക്കാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പില് റെസിപ്രൊക്കേറ്റ് ചെയ്യണം. റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നതും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഇനീക്വാളിറ്റിയിൽ ഒരേ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. റെസിപ്രൊക്കേറ്റ് ചെയ്യുമ്പോഴും ഇനീക്വാളിറ്റി മാറും. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് P of n²/u1 ലെസ് ദാൻ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ n²/u2 ഈക്വൽ ടു ആൽഫ. കണ്ടില്ലേ? മറ്റേനേക്കാളൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഒറ്റയടിക്ക് നമുക്ക് സിഗ്മ സ്ക്വയറിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ കിട്ടി അല്ലേ? നമ്മുടെ T1ഉം T2ഉം കിട്ടി. ഇവിടെ ഏതാണ് T1? ഇതാണ് T1. n²/u1 എനിക്ക് വയ്യ. ഗ്രേറ്റർ ദാൻ റെസിപ്രൊക്കേറ്റ് ചെയ്തില്ലേ? ഗ്രേറ്റർ ദാൻ സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ n²/u2. നീ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം, ഒരു ലൈനും കൂടെ എഴുതാം, എന്നിട്ട് T1 T2 പറയാം. സോ ഇറ്റ് ഇംപ്ലൈസ് P of n²/u2 ലെസ് ദാൻ, ഓർഡറിൽ എഴുതുകയാണ് കേട്ടോ, ലെസ് ദാൻ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ n²/u1 ഈക്വൽ ടു ആൽഫ. ഇതിനെ നമുക്ക് T1 T2 എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ T1, ഇതാണ് നമ്മുടെ T2. കാരണം ഇത് സിഗ്മ സ്ക്വയറിന്റെ ഇന്റർവെൽ ആണ്. അപ്പൊ വാട്ട്സ് ദ കൺക്ലൂഷൻ? Therefore, ഇത്ര എഴുതിയിട്ട് എഴുതൂ. Therefore, the confidence interval for sigma square is, ഏതാണ് നമ്മുടെ T1 T2 ഇന്റർവെൽ? n²/u2, n²/u1. The confidence interval for sigma square is n²/u2, n²/u1, where n എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്, s² is a sample variance, and u1 and u2, എവിടുന്നാണ് u1 u2 കിട്ടുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ സംഗതി. u1 and u2 എവിടുന്ന് കിട്ടും? are obtained from the chi-square tables. ഏത് കണ്ടീഷൻ വെച്ചാണ് കിട്ടുന്നത്? such that P of u1 less than chi-square less than u2 equal to alpha. ഈ ഗ്രാഫോട് വരച്ചു വെച്ചേരെ. where u1 and u2 are obtained from the chi-square tables such that P of u1 less than chi-square less than u2 equal to alpha. അപ്പൊ ഇതാണ് നമ്മളുടെ സിഗ്മ സ്ക്വയറിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ രണ്ട് പാരാമീറ്റേഴ്സിന്റെയും കോൺഫിഡൻസ് ഇന്റർവെൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 3 കേസ് ആയിട്ടാണ് പഠിച്ചത്. കേസ് 1 എന്തായിരുന്നു? കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ mu when sigma is known. sigma is known. എന്തായിരുന്നു അത്? x bar minus z alpha by 2 sigma by root n, x bar plus z alpha by 2 sigma by root n. നിങ്ങൾ പ്രൂഫിനകത്ത് T alpha by 2 എന്ന് തന്നെയാണ് എഴുതിയത്. പറ്റുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് കേസ്, കഴിഞ്ഞ വീഡിയോയിലെ കേസിലെ T alpha by 2നെ എല്ലാം അങ്ങ് Z alpha by 2 എന്ന് മാറ്റി തരാം കേട്ടോ. സോ ദാറ്റ് ദർ ഇസ് നോ കൺഫ്യൂഷൻ. നമ്മൾ നോർമൽ സ്റ്റാറ്റിസ്റ്റിക്കിനെ Z എന്നും T സ്റ്റാറ്റിസ്റ്റിക്കിനെ T എന്നും കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കിനെ U എന്നും പറഞ്ഞു തന്നെയാണ് പഠിച്ചു പോകുന്നത്. അപ്പം നേരത്തെ, അതായത് കഴിഞ്ഞ വീഡിയോ നോക്കി എഴുതിയ ആ ഒരു പ്രൂഫിനകത്ത് T alpha by 2 എന്ന് എഴുതിയതെല്ലാം Z alpha by 2 ആക്കിയാൽ കൺഫ്യൂഷൻ കുറച്ചുകൂടി ഒഴിഞ്ഞു കിട്ടും. അപ്പൊ അതാണ് ആദ്യത്തെ കേസ്. ഇവിടുത്തെ Z alpha by 2 എവിടുന്നാണ് കിട്ടുന്നത്? നോർമൽ ടേബിൾസിൽ നിന്ന് കിട്ടും. ആൻഡ് വാട്ട് ഇസ് ദ കണ്ടീഷൻ? P of minus Z alpha by 2 less than Z less than Z alpha by 2 equal to alpha. ഇത് കേസ് 1. കേസ് 2 എന്തായിരുന്നു? കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ mu when sigma is unknown. അതെങ്ങനെ വരും?
എക്സ് ബാർ മൈനസ് സെയിം ആണ്, ടി ആൽഫ ബൈ 2 വരും, റൂട്ട് n മൈനസ് 1 വരും. അത്രയേ ഉള്ളൂ. എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് n മൈനസ് 1. ഇവിടെ എക്സാക്ട്ലി സെയിം രീതിയിൽ നമ്മൾ n01ന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ടി ആൽഫ ബൈ 2 കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള കണ്ടീഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് മൈനസ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ ടി ആൽഫ ബൈ 2 ഈക്വൽ ടു ആൽഫ. ഇവിടെ യൂസ് ചെയ്യേണ്ട ടേബിൾ ഏതാണ്? ടി ടേബിൾസ്. ഇനി കേസ് 3 എന്തായിരുന്നു? കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ സിഗ്മ. അതെങ്ങനെയാ വന്നത്? n² ബൈ u2 n² ബൈ u1. ഇത് ഭയങ്കര എളുപ്പം പ്രൂഫ് ആയിരുന്നു. ഇവിടെ u1 u2 എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? കൈ സ്ക്വയർ ടേബിൾസിൽ നിന്നാണ്. such that p of u1 less than u2 u less than u2 is equal to alpha. അപ്പൊ ഇതാണ് 3 നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇന്റർവെൽസ്. 3ന്റെയും സ്റ്റേറ്റ്മെന്റും ഡെറിവേഷനും പ്രൂഫും എല്ലാം പഠിച്ചു വെച്ചേക്കണം. ഡിറൈവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.